സംഭവമാണ്. പിന്നെ എടാ നമ്മൾ ഇത് ചെയ്ത് പണ്ട് മുന്നേ ചെയ്ത് ശീലമില്ല, അതുകൊണ്ടാണ്. അങ്കത്തെയ്യം, ഇളവില്ല്, കരിവില്ലെല്ലാം കഴിച്ചിരുന്നു. പിന്നെ ഈശ്വരൻ്റെ തിരുമുടി ആദ്യമായിട്ട് വെക്കുന്നു. എൻ്റെ ഏട്ടനാണ് മുമ്പ് വെച്ചത്. അവർക്ക് ശേഷം ഇപ്പം ഞാൻ വെച്ചത്. മുന്നേ ഒരുവിധം എല്ലാ തെയ്യങ്ങളും കഴിച്ചിട്ടുണ്ട്. മുത്തപ്പൻ, വീരൻ, വീരകാളി, കളങ്കോലം, കരിയാത്തൻ തെയ്യം, മുച്ചിലോട്ട് ഭഗവതി, വയനാട്ട് പുലവൻ, പുലിയൂര് കണ്ണൻ, പുലിയൂര് കാളി, നരമ്പിൽ ഭഗവതി, തോട്ടുങ്കര ഭഗവതി എന്ന ഒരുപാട് തെയ്യങ്ങളങ്ങനെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ കാവിലെ അവസാന ദിവസമായ നാളെ അങ്കക്കാരനെ കെട്ടുന്നത് ഇദ്ദേഹമാണ്. ചേട്ടൻ്റെ പേര് സജീവൻ പെരുവണ്ണ. ആ, ചേട്ടൻ എത്ര കാലമായി അങ്കക്കാരനെ കെട്ടുന്നത്? ഞാനിവിടെ അങ്കക്കാരൻ കിട്ടുന്നത് 2ാം തവണ. മുന്നേ ഏതല്ലേ ചെയ്തു? പുതിയ പകുതി കിട്ടീനി അല്ലേ? ഉച്ചിലോട്ട് പകുതി വീരൻ കിട്ടീന. വീരൻ തെയ്യം കഴിച്ചിനി, വീരകാളി കഴിച്ചിനി, ഭദ്രകാളി കഴിച്ചിനി, ചെയ്യുന്നില്ല, തിരുവപ്പന, മുത്തപ്പൻ. അപ്പോൾ ഈ ചേട്ടനാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ശരത്ത്. അപ്പോൾ ചേട്ടൻ്റെ എത്ര കൊല്ലമായി ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഏകദേശം ഒരു 4 കൊല്ലമായി. തെയ്യത്തിൻ്റെ നമ്മളെല്ലാം തെയ്യത്തിൻ്റെ അണിയാഭരണങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അത് എന്തെല്ലാം വെച്ചാൽ മുഖത്തെഴുത്ത്, തെയ്യത്തിൻ്റെ എല്ലാ ആഭരണങ്ങളും. അപ്പോൾ അത് ചെയ്യാൻ എത്ര സമയത്തിന്? അത് ദൈവത്താറിൻ്റെ അത് ചെയ്യാൻ 2 ദിവസം, മൊത്തത്തിൽ 3 ദിവസം എടുത്തിന്. പകുതി കൊള്ളി ചാല കഴിച്ചിട്ട് മാറണം പടിയാണ്.